ഇന്നേ നമുക്കൊരു ഈവനിങ് വ്ളോഗ് ആയാലോ. സാധാരണ ഞാൻ നോർമലി ഏറ്റവും കൂടുതൽ ഇടാറുള്ളത് മോർണിംഗ് വ്ളോഗ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലഞ്ചിൻ്റെ വീഡിയോ, അങ്ങനെയൊക്കെയാണ്. ഈവനിങ് അങ്ങനെ അധികം ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല വീഡിയോ ആയിട്ട്. അപ്പോൾ എന്തായാലും ഇന്നൊരു ഈവനിങ്ങിൽ എൻ്റെ വിശേഷങ്ങളൊക്കെയാണ്. പ്രത്യേകിച്ച് ജോലിയുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു, കുളിച്ച് നല്ല ഫ്രഷ് ആയതിനു ശേഷം കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്തു. അതിനുശേഷമാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ തുടങ്ങുന്നത്. കുറച്ച് തുണികളൊക്കെ തിരുമ്പാനായിട്ടുണ്ടായിരുന്നു, അതൊക്കെ വാഷിംഗ് മെഷീനിലിട്ട് നേരെ നമ്മൾ കിച്ചണിലേക്ക് വന്നേക്കാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാത്രി ചിക്കൻ വെക്കാമെന്നാണ് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ കഴുകി നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ചേട്ടനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകിട്ട് ചിക്കനാണ് വെക്കുന്നത്, അപ്പോൾ അതിലേക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് കൊണ്ടുപോയോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ പൊതിയൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട്. ചേട്ടൻ വരുമ്പോൾ ഏകദേശം വൈകിട്ട് ഒരു 7:30 ആവട്ടെ. അപ്പോൾ ഇത് നോക്കിയപ്പോൾ മീനാണ്, നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള ചാളയാണ്. കൂടെ വേറൊരു പൊതിയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് പൊറോട്ട അങ്ങനെ വല്ലതൊക്കെ ആയിരിക്കുന്നു. പക്ഷേ പൊറോട്ട ആയിരുന്നില്ല, ഒരു ഫോട്ടോ ഫ്രെയിം ആയിരുന്നു. അത് നമ്മുടെ വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ എന്തായാലും പൊറോട്ടയൊന്നും കൊണ്ടുവന്നില്ല എന്ന് വിചാരിച്ച് ഞാൻ എന്തായാലും ചിക്കൻ വെക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടി ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരു ബാച്ചിലേഴ്സ് റെസിപ്പി എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം തന്നെ കഴുകി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് നമുക്ക് കുറച്ച് സവോള ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പൊടികളായിട്ട് നമ്മൾ ഇടുന്ന എല്ലാ പൊടികളും ചേർത്ത് കൊടുക്കാം. അതായത് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ഇതെല്ലാം ചേർത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് കൈവച്ച് തിരുമ്പി കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പറായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. ഞാൻ വൈകിട്ടും അതുപോലെ തന്നെ സമയമില്ലാത്ത നേരത്തൊക്കെ പെട്ടെന്നുണ്ടാക്കുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മാറ്റി വെച്ചു. അതിനുശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചേട്ടൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇത് സെറ്റ് ചെയ്ത് മുന്നിൽ വെച്ച് കൊടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്. അപ്പോൾ ഏറ്റവും ഫാസ്റ്റായിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതും ഈസി ആയിട്ട് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കുക്കർ എന്നുള്ളത്. നമ്മുടെ പണി എളുപ്പം നമുക്ക് തീർത്തെടുക്കാനായിട്ട് പറ്റും. പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു പ്രോസസ്സാണ് കുക്കറിൽ ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു പാത്രം ഒന്ന് കഴുകിയിട്ട് അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു മിളകിൻ്റെ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ചേട്ടൻ ഇതിലേക്ക് ടച്ചിങ്സിനായിട്ട് പൊറോട്ടയോ അല്ലാന്നുണ്ടെങ്കിൽ കുബൂസൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരുന്നു വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യാൻ വന്നപ്പോൾ കയ്യിലൊന്നും കണ്ടില്ല. പിന്നീടാണ് സർപ്രൈസ് ആയിട്ട് ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് തന്നത്. നല്ല അടിച്ച് പരത്തിയിട്ടുള്ള നല്ല ചൂടോട് കൂടിയിട്ടുള്ള പൊറോട്ടയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കുക്കറിൽ സംഭവങ്ങളൊക്കെ വെച്ചു. പൊറോട്ട ചൂടാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാസ്ട്രോളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അടുക്കളയിൽ ചിക്കൻ്റെ പ്രിപ്പറേഷനൊക്കെ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ടെങ്കിലും മനസ്സിൻ്റെ ഉള്ളൊരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു പൊറോട്ടയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന്. പക്ഷേ സർപ്രൈസായിട്ട് ഇതാ ചേട്ടൻ പൊറോട്ട വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടോട് കൂടിയിട്ട് നല്ല അടിച്ച് പരത്തിയിട്ടുള്ള വലിയ പൊറോട്ടയാണ്. അപ്പം ഞങ്ങളുടെ ഈ ഭാഗങ്ങളിലൊക്കെ പൊറോട്ട ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടുമ്പോൾ 7 രൂപയാണ് ഒരു പൊറോട്ടയ്ക്ക്, ചപ്പാത്തിക്ക് 5 രൂപ, അങ്ങനത്തെ ചെറിയ നിരക്കിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് നല്ല ഫ്രഷ് ആയിട്ട് അപ്പം തന്നെ ഉണ്ടാക്കി തരുന്നതാണ്. നല്ല ചൂടോട് കൂടിയിട്ടുള്ള പൊറോട്ടയാണ്. നമ്മൾ എന്നും ഇതൊന്നും വാങ്ങിച്ചില്ലെങ്കിലും വല്ലപ്പോഴൊക്കെ ഇതുപോലെ വാങ്ങിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും അത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മനസ്സിൽ വീണ്ടും ലഡ്ഡു പൊട്ടി ചിക്കനും പൊറോട്ടയും കൂടി കഴിക്കാന്നുള്ളത്. അപ്പോൾ മീൻ എന്തായാലും വാങ്ങിച്ചു കൊടുത്തില്ല. അപ്പോൾ നമുക്കത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ 2 പ്രാവശ്യം കറി വെക്കാനായിട്ടുള്ളതും വറക്കാനായിട്ടുള്ളതും ഒക്കെ ആയിട്ട് ഞാൻ സെപ്പറേറ്റ് പാത്രങ്ങൾ ആക്കിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കാറുള്ളത്. അപ്പോൾ ഇതിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് കറി വെക്കാന്നുള്ള ലെവലിൽ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അതുപോലെ 2-3 പാത്രത്തിലൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. ഇത്ര ഉള്ളോട്ടാണ് നമ്മുടെ ചിക്കൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പ്, അതുപോലെ തന്നെ മുളകൊക്കെ കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. മുളകും പൊടിക്ക് പകരം നമുക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് പെരുംജീരകമൊക്കെ പൊടിച്ചത് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഞാൻ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കാണിച്ച് തന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലും കൂടി തൂവി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഗ്രേവി എത്ര തിക്നെസ് ആവശ്യമുണ്ടെന്നുള്ളത് നോക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും പൊറോട്ടയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ഗ്രേവി കൂടുതലായിട്ടാണ് എടുക്കുന്നത്. അപ്പോഴേക്കും ആ ചിക്കൻ്റെ മണവും പൊറോട്ടയുടെ സ്മെല്ലൊക്കെ അടിച്ചത് ഓരോരുത്തർ അടുക്കളയിൽ വന്ന് ചോദിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ കല്യാണിക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ചെറിയ പീസ് ഞാൻ നോക്കിയിട്ട് അവൾക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു കുറച്ചുകൂടി നല്ല രീതിയിൽ ഗ്രേവി ഒന്ന് വറ്റിക്കോട്ടെ, അപ്പോഴാണ് പൊറോട്ടയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുകയെന്ന് പറഞ്ഞു കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പിലേക്ക് വെച്ചേക്കാണ്. അപ്പോഴേക്കും അടുത്ത ആശം വന്നു. 2 പേരും ചിക്കന് വേണ്ടി കാവലാണ് കേട്ടോ അവിടെ. അപ്പോഴേക്കും തൊട്ടപ്പുറത്ത് ഞാൻ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വൈകിട്ട് ചേട്ടനും പിള്ളേർക്കൊക്കെ പാല് കുടിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പാല് തിളപ്പിക്കാനായിട്ട് അടുപ്പിലേക്ക് വെച്ചു. അതൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോൾ ഓഫാക്കി കൊടുത്തു. അങ്ങനെ നമ്മുടെ ഫൈനലി ചിക്കൻ്റെ പ്രിപ്പറേഷനും കഴിഞ്ഞു. ഇനി നമുക്ക് കഴിക്കാമെന്നുള്ള പരിപാടിയാണ്.
ഞങ്ങൾ വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു 7:30 കൂടിയിട്ടാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. അപ്പോൾ അത് ചേട്ടൻ വരുന്നതിനനുസരിച്ചിട്ടാണ് കേട്ടോ. ചില ദിവസം ചേട്ടൻ നേരത്തെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നേരത്തെ കഴിക്കും. നേരം വൈകിട്ടാണ് വരുന്നെങ്കിൽ അതിനനുസരിച്ച് നേരം വൈകിട്ട് കഴിക്കും. എന്തായാലും ഒരു 8:30 ആകുമ്പോഴേക്കും നമ്മുടെ രാത്രിയിലത്തെ ഫുഡ് അടി കഴിയാറുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ടയും ചിക്കൻ കറിയാണ്. ഗ്രേവി ഒന്നും പറയാനായിട്ടില്ല, സൂപ്പറാണ്. പിന്നെ പലർക്കുമുള്ളൊരു സംശയമാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ 4 പേര് മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ 4 പേര് മാത്രമല്ല, ചേട്ടൻ്റെ അച്ഛനും അമ്മയുണ്ട്. അപ്പോൾ അച്ഛൻ ഈ ഒരു സമയത്ത് വീട്ടിലുണ്ടാവാറില്ല, പുറത്തേക്ക് പോയിട്ട് വൈകിട്ട് ഒരു 8-9 മണിയോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് വരാറുള്ളത്. പിന്നെ അമ്മ അവിടെ സീരിയൽ കാണുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും. പിന്നെ അവർ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. എൻ്റെ പഴയ കുറേ വീഡിയോസിലൊക്കെ അവരുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെ വീഡിയോസിലൊന്നും അധികം നമ്മൾ എടുക്കാറില്ല. കാരണം നമുക്ക് എല്ലാത്തിനും കൂടിയുള്ള സമയം തികയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കണം, ജോലിക്ക് പോകണം, വീട്ടിൽ വന്നിട്ടുള്ള ജോലികൾ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് കിട്ടുന്ന ചെറിയ നിമിഷങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വ്ളോഗായിട്ടൊക്കെ പകർത്തിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈവസിയും ചെറിയ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അവരധികം ഒന്നും വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാതിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞു, പിള്ളേരൊക്കെ കുറച്ച് നേരം എത്തി പഠിപ്പിച്ചു. അതിനുശേഷം ഞാൻ മീഷോന്ന് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബെഡ്ഷീറ്റും അതുപോലെ തന്നെ പില്ലോ കവറൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെയധികം ട്രെൻഡിങ്ങും വൈറലും ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ബെഡ്ഷീറ്റായിരുന്നു ഇത്. അത് കണ്ടിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറേ റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ റിവ്യൂ ഒക്കെ കണ്ട പോലെ തന്നെ നല്ല അടിപൊളി കളറ് ബെഡ്ഷീറ്റാണ്. കളറ് മാത്രമല്ല മെറ്റീരിയലും കാര്യങ്ങളും എല്ലാം സൂപ്പറാണ്. ഇതുപോലെ 2 കുഷനൊക്കെ വരുന്നുണ്ട്, ഫുള്ള് സിബൊക്കെ വെച്ചിട്ടാണ്. എന്തായാലും നല്ല അടിപൊളിയാണ്. പക്ഷെ കുട്ടികളുള്ള കാരണം കൊണ്ട് തന്നെ അവരെപ്പോഴും കിടക്കയിൽ കയറി ഇറങ്ങുന്ന ആ ഒരു ടെൻഡൻസി ഉള്ളവരായതുകൊണ്ട് തന്നെ നമുക്ക് വൈറ്റ് ആകുമ്പോൾ കുറച്ച് പെട്ടെന്ന് ചെളി പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ല ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കിങ്ങനെ വിരിച്ചു കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് നല്ല അടിപൊളി ബെഡ്ഷീറ്റാണ്. അല്ലാണ്ട് നീറ്റായിട്ട് സൂക്ഷിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ബെഡിലൊക്കെ വിരിച്ച് കിടക്കാം കേട്ടോ. 5 പീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ സെറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 419 രൂപയാണ് മീഷോയിൽ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസിന് വളരെയധികം വർത്ത് ആയിട്ടുള്ള ഒരു കിഡിലം പ്രൊഡക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി 1-2 പ്രാവശ്യം വാഷ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ക്ലോത്തിനൊക്കെ വ്യത്യാസം വരുമെന്ന് എന്തായാലും അറിയില്ല. എന്തായാലും പെർഫെക്റ്റ്ലി ഓക്കെ ആണ് ഇപ്പോൾ കാണുമ്പോൾ. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഒരു വൈകുന്നേരത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ മുഴുവനായിട്ടൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല, എങ്കിലും അവിടെ നിന്നൊക്കെ കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ പറയുന്നുണ്ടോ, അതുപോലെ തന്നെ ഇനി എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടതായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് പുതിയ വീഡിയോസൊക്കെ ഉണ്ടാക്കാനും ഇടാനൊക്കെ ആയിട്ടുള്ളൊരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അടുത്തൊരു കിഡിലം വീഡിയോ ആയിട്ടോ വ്ളോഗായിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. പിന്നെ ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ താഴത്തെ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ലിങ്ക് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ലിങ്ക് ആവശ്യമുള്ളവർ മാത്രം പറഞ്ഞാൽ മതി, ഇല്ലാത്തവർ പറയണ്ട. അപ്പോൾ എന്തായാലും അടുത്തൊരു കിഡിലം വീഡിയോ ആയിട്ട് കാണാൻ. അതുവരേക്കും ബൈ.